നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വിഭവം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രുചികരത്തിൽ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു തരത്തിലുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതെന്ന് വെച്ചാൽ ബാക്കി വരുന്ന ഫുഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവം എന്ന് പറയില്ല, അതാണ്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇഡ്ഡലി വെച്ചിട്ടാണ്. ഇഡ്ഡലി കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് വൈകുന്നേരം ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് വിഭവം എന്നൊക്കെ പറയാം. കാരണം പണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് രാവിലെ ഇഡ്ഡലി കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പാണ് ഈവനിങ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ചായയുടെ കൂടെ ഈ ഒരു ഇഡ്ഡലി ഉപ്പുമാവാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ ആ സമയത്ത് ഹോസ്റ്റലിലാവുമ്പോൾ പൊതുവേ ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവർക്കും എന്താ ഹോസ്റ്റൽ ഫുഡ് അത്ര അങ്ങ് പിടിക്കൂലല്ലോ, ചിലപ്പം ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല. നമ്മളിങ്ങനെ ഒരേപോലുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ആ ഒരു മടുപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അന്ന് അത്ര വലിയ കാര്യമൊന്നുമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ഈ ഇഡ്ഡലിയൊക്കെ കൂടുതൽ വരുമ്പം നമുക്ക് കുറച്ച് ഈസിയും കൂടിയാണല്ലോ, അതുകൊണ്ട് ഈവനിങ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ചട്നി കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഉച്ചയ്ക്കുള്ള കറിയൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും കുറച്ച് ഇഡ്ഡലി ഒക്കെ കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇനി എന്താ വൈകുന്നേരം ഉണ്ടാക്കാന്നുള്ളതൊന്നും കൺഫ്യൂഷൻ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി വെച്ചിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുതരാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഇഡ്ഡലി. ഇപ്പോൾ ഇഡ്ഡലി ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ്, അതൊരു 6 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തത്, 1/4 ടീസ്പൂൺ ഇഞ്ചി വേണം ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ കറിവേപ്പില വേണം, ഒരു മഞ്ഞ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ താളിക്കാൻ വേണ്ടി കടുക് വേണം, ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതുപോലെ 2 വറ്റൽമുളക്, അതിൻ്റെ കൂടെ ഒരു 1/2 മുതൽ 1/4 ടീസ്പൂണോളം ഉഴുന്ന് കൂടി എടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം, അതുപോലെ തന്നെ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇഡ്ഡലി ഉണ്ടല്ലോ, ഇഡ്ഡലി ഒന്ന് പൊടിക്കണം. അപ്പം ജസ്റ്റ് കൈവച്ച് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കൂലേ, അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇഡ്ഡലി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പം നെയ്യ് ആവശ്യത്തിന് നമുക്കിഷ്ടമുള്ള അത്ര. അപ്പം നെയ്യ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നെയ്യാണ് നല്ലത്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ആവശ്യമായിട്ടുള്ള നെയ്യ് എടുത്തു. അപ്പം അത് ചൂടായി വരുമ്പം നമുക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഉഴുന്ന് കൂടി ചേർക്കാം. ഈ ഉഴുന്നിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില, കളറിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഒന്നും വഴറ്റി വരണം, നമ്മൾ സാധാരണ ഉപ്മാവിന് ആക്കുന്ന പോലെ ആയി വന്നാൽ മതി, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ട്, ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് നമുക്ക് ഈ ഒരു സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിയിൽ ഉണ്ടല്ലോ ഉപ്പ്, അപ്പോൾ അത് നോക്കി ചേർക്കണം. ഏതാണ്ട് ഇത്ര ആയാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉടച്ച് വെച്ച ഇഡ്ഡലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഇഡ്ഡലി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, അധികം പണിയൊന്നുമില്ല. പിന്നെ അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഉണ്ടാക്കി ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.